ആമേൻ ആമേൻ. മിശിഹായുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി ഒരു വചനം പറയുന്നു. യെശയ്യാ 49:2 തന്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എനിക്ക് ഭാരമായിരുന്നു. ആ ഇരുട്ടിൽ, ആ നിഴലിൽ, ആ അന്ധകാരത്തിൽ, ആ മറവിൽ നിൽക്കുക എനിക്ക് ഭാരമായിരുന്നു, ഭയമായിരുന്നു. നന്മയിൽ നിന്ന് അകറ്റപ്പെട്ട് അംഗീകാരത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ഒരു നിഴല്. സംഗതി കർത്താവിന്റെ കൈയായിരുന്നെങ്കിലും ഞാൻ അനുഭവിച്ചത് നിഴലായിരുന്നു, ഇരുളിമയായിരുന്നു. വചനം തുടരുകയാണ്. അവിടുന്ന് എന്നെ മൂർച്ചയുള്ള അസ്ത്രമാക്കി അവന്റെ ആവനാഴിയിൽ ഒളിച്ചു വെച്ചു. അവന്റെ കരങ്ങളുടെ നിഴലിൽ അല്പം മറഞ്ഞ് മാറി ഇരുണ്ട് വിഷമിച്ചു നിൽക്കുന്ന ചില കാലഘട്ടങ്ങൾ, ദിവസങ്ങൾ ജീവിതത്തിലും ഓഫീസിലും ബിസിനസ്സിലും നിനക്കുണ്ടായേക്കാം. കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഭർത്താവിന്റെ നിഴലിലും ഭാര്യയുടെ നിഴലിലുമാണെങ്കിലും ഒരു ഇരുളുമേൽ കഴിയുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായേക്കാം. പക്ഷേ കർത്താവിന്റെ നിഴലിലും കരങ്ങളുടെ തണലിലുമാണ് എന്ന ബോധ്യം നീ സൂക്ഷിച്ചാൽ ആ സമയമൊക്കെയും കൊണ്ട് കർത്താവ് നിന്നെ മൂർച്ചയുള്ള ഒരു അസ്ത്രമാക്കി ആവനാഴിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് പിന്നീട് ഇങ്ങനെ എടുത്തുപയോഗിക്കപ്പെടുന്ന അത്ഭുത അസ്ത്രങ്ങളാകാൻ നിന്റെ പാവപ്പെട്ട ജീവിതത്തെ കർത്താവ് എടുത്തുപയോഗിക്കട്ടെ. ആമേൻ ആമേൻ.